ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഹൈക്കോടതി. നടപടി തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. 2 മാസത്തിനുള്ളിൽ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഹർജിയിൽ ഹൈക്കോടതി ഇപ്പോൾ പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിച്ചത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ചോദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനാണ്, അത് വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്, അതുകൊണ്ട് എന്തിനാണ് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നുള്ളതും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഒരു വിമർശനമായി വന്നിരിക്കുകയാണ്. അതിൽ ഈ പരാമർശത്തിൽ നടപടി തുടങ്ങി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിരുന്നു. എന്നാൽ കേസെടുത്തതിനപ്പുറത്തേക്ക് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതും ഇപ്പോൾ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ ഈ പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തു എന്നുണ്ടെങ്കിലും ശിക്ഷ വിധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മത്സരിക്കാം, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നുള്ളതായിരുന്നു വരണാധികാരി തീരുമാനിച്ചത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടമൊക്കെ എന്തിനാണ് ഇത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തുന്ന ഒരു ഘട്ടത്തിൽ അതിലെന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത്, ഒരു കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്. ദിലീപ് കുമാർ. വിപിൻ സി വിജയൻ തുടരുക. വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ബി ഗോപാലകൃഷ്ണൻ നടത്തിയിരുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ വീഡിയോയിലായിരുന്നു ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വേണ്ടതുണ്ട്, കഴിഞ്ഞ 50 വർഷമായി ഗുരുവായൂരിനെ ഒരു ഹിന്ദു പ്രതിനിധീകരിച്ചിരുന്നില്ല തുടങ്ങിയ പരാമർശങ്ങൾ അദ്ദേഹം തയ്യാറാക്കിയ വീഡിയോയിൽ ഉണ്ടായിരുന്നു. തീർച്ചയായും ഈ ഗുരുതര പരാമർശങ്ങൾ, ഇതേ തുടർന്നുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരികയും ചെയ്തു. പരാതികൾ വന്നതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. അതും ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് കേസെടുത്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മറ്റെന്തെങ്കിലും നടപടികൾ, അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ? ദിലീപ് കുമാർ, മറ്റ് നടപടികളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 2 മാസത്തിനുള്ളിൽ എന്ത് നടപടി ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു എന്നുള്ളത് അറിയിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതൊരു കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ഈ കേസിനെ ഹൈക്കോടതി കാണുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. കാരണം ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഗോകുൽ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ ഗോകുലാണ് ഈ ഹർജി നൽകിയത്. ഇത് പരാമർശം അത് കേരളത്തിന്റെ മതനിരപേക്ഷതയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം എന്നുള്ളതായിരുന്നു പ്രത്യേകമായും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ നിന്ന് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹർജി നൽകിയത്. ആ ഹർജിയിലാണ് കോടതി എന്ത് നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും കേസെടുക്കാൻ പറഞ്ഞ ഒരു കാര്യമായിരിക്കും. ഇതിൽ അങ്ങനെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുണ്ട്, മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ് അറിയിക്കുന്നത്. അപ്പോൾ 2 മാസത്തിന് ശേഷം എന്തായിരിക്കും ഈ കേസിന്റെ സ്വഭാവം, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ ബി ഗോപാലകൃഷ്ണന്റെ ഇനി അങ്ങോട്ടേക്കുള്ളതിൽ പോലും നിർണായകമാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ഉള്ളത്. അത് നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെ സ്വീകരിക്കുകയും അതിന്റെ കാര്യങ്ങളിലേക്കും കടക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർശന നടപടി എടുക്കണം എന്നുള്ളത് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോയിരിക്കുന്നത്. ദിലീപ് കുമാർ. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.